പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 11-ാം തിരുലിഖിതം. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് സംവഹിക്കപ്പെട്ട യേശു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ തന്നെ വീണ്ടും വരും. വാനമേഘങ്ങളിൽ സകല മനുഷ്യരുടെയും വിധിയാളനായി വീണ്ടും വരുവാനിരിക്കുന്ന രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം അഭിഷേക അഗ്നി പ്രോഗ്രാമിൽ ചിന്തിക്കുന്നത് പാപം ഭൂമിയെ അശുദ്ധമാക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ്. യെശയ്യായുടെ പുസ്തകം 24-ാം അധ്യായം 5-ാം തിരുലിഖിതം. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടിയ എല്ലാ ദൈവമക്കളുടെ മേലും വ്യാപരിക്കാൻ ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണമുള്ളവർ, ഏകാഗ്രത കിട്ടാത്തവർ, വചനം കേൾക്കുമ്പോൾ സംശയം തോന്നുന്നവർ, എത്ര ആഗ്രഹിച്ചിട്ടും പാപബോധം കിട്ടാത്തവർ, തഴക്കദോഷങ്ങളുടെ ബന്ധനത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവർ, എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവമായ കർത്താവ്
ജോബിന്റെ പുസ്തകത്തിൽ 24 അധ്യായത്തിൽ 13 തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. ഓ ദൈവമേ, വചനത്തോട് മല്ലടിക്കുകയും ആത്മീയ പ്രേരണ ഉൾക്കൊള്ളാൻ പറ്റാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും ചെയ്യുന്ന ഓരോ മകനെയും മകളെയും കാലാകാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർപീഡകൾ ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 20 അധ്യായം 7 തിരുലിഖിതം, ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. ഓ ദൈവമേ, പാപത്തെ മനഃപൂർവ്വം താലോലിച്ച് ആര് എന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ വഴിക്ക് പോവുകയുള്ളൂ എന്ന് മർക്കടമുഷ്ടി പിടിച്ച് പാപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഓരോ മകനും മകൾക്കും തൻ്റെ പാപം വരുത്തുന്ന നാശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഈ മണിക്കൂറിൽ അത്ഭുതകരമായ അഭിഷേകം നൽകി, തിരിച്ചറിവ് നൽകി, ബോധ്യം നൽകണമേ. ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. ജോബിന്റെ പുസ്തകം 20 അധ്യായം 24 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു കയറും. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവന് തറഞ്ഞു കയറും. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ പാപങ്ങൾ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തകർച്ചയുടെ വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിൽ അവിടുത്തെ ദാസീദാസന്മാർക്ക് വെളിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനഃപൂർവ്വം പാപത്തെ താലോലിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും പാപത്തോടുള്ള ദുരാസക്തിയും പാപത്തോടുള്ള അടിമത്തവും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജോബിന്റെ പുസ്തകം 24 അധ്യായം 19 തിരുലിഖിതം, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകം ദൈവ മക്കളുടെ ചിന്ത ഇങ്ങനെയാണ്: ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തി എനിക്ക് സങ്കേതമാണ്, ഞാൻ എൻ്റെ പാപത്തിൽ തുടരുന്നു, ആരും ഇതറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. വേറെ ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഇത്തിരിയൊക്കെ പാപം ചെയ്താൽ എന്താ കുഴപ്പം, വേറെ ആർക്കും അതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ആർക്കും കംപ്ലൈൻ്റ് ഇല്ലാത്ത വിധം പാപം തുടരുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ലോകം പറയുന്നത് എന്നതല്ല നാം ശ്രദ്ധിക്കേണ്ടത്. എനിക്കും നിങ്ങൾക്കും ജീവനും ജീവിതം നൽകിയ ജീവന്റെ ഉടയവനായ ദൈവമായ കർത്താവ് സത്യവേദ പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശരീരം അശുദ്ധമായി മാറുന്നു. ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ശരീരം മാത്രമല്ല അശുദ്ധമായി മാറുന്നത്. ഈ പാപം എവിടെ വെച്ചാണോ ഞാനും നിങ്ങളും ചെയ്യുന്നത്, ആ വീടും ആ സ്ഥലവും ആ മണ്ണും ആ കാലാവസ്ഥയും അവിടുത്തെ കിണറുകളും ആ വായുവും ആ അന്തരീക്ഷം മുഴുവനും അശുദ്ധമായി തീരുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ സ്വർഗസ്ഥനായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ 18 അധ്യായം 24 25 തിരുലിഖിതങ്ങൾ, ഇവയിൽ ഒന്നുകൊണ്ട് പോലും നിങ്ങൾ അശുദ്ധരാകരുത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു, ആ ദേശവും അശുദ്ധമായിരിക്കുന്നു, അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും, അത് അതിലെ നിവാസികളെ പുറം തള്ളുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഞാനും നിങ്ങളും അശുദ്ധരായി മാറുന്നു. ഞാനും നിങ്ങളും പാപം ചെയ്തു കഴിയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശരീരം അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. ഡെസക്രേറ്റഡ് ബോഡി, ഡെസക്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ദൈവത്തിന് വേണ്ടി കോൺസെക്രേറ്റ് ചെയ്ത ശരീരമാണ്.
ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത ഇടമാണിത്. ദേവാലയം ബിഷപ്പ് വന്ന് വെഞ്ചരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി നേരിട്ട് ദൈവം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ ഈ ശരീരം. അങ്ങനെ ഇത് ജന്മനാ വിശുദ്ധമാണ്. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച് ദൈവം രൂപം കൊടുത്ത് ദൈവം കോൺസെൻട്രേറ്റ് ചെയ്ത ദൈവത്തിൻ്റെ താമസ വീടായ നമ്മുടെ ഈ ശരീരം ഞാനും നിങ്ങളും പാപം ചെയ്ത് ഡെസക്രേറ്റ് ചെയ്യണമെന്ന് സാത്താന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യുന്നത് വഴി ഞാനും നിങ്ങളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ താമസ സ്ഥലമായ, ദൈവത്തിൻ്റെ താമസ വീടായ, ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെയാണ് അവനവൻ്റെ ശരീരത്തെ തന്നെയാണ് പാപം വഴി അവനവൻ അശുദ്ധമാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തീരുന്നില്ല, അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പാപം വഴി നമ്മുടെ ശരീരം അശുദ്ധമായി, നമ്മുടെ കണ്ണുകൾ അശുദ്ധമായി, നമ്മുടെ കൈകൾ അശുദ്ധമായി, നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ കൊണ്ട് തീരുന്നില്ല, വചനം പഠിപ്പിക്കുകയാണ് ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. ആ ദേശം, ആ മണ്ണ്, ആ കാലാവസ്ഥ, ആ ഭൂമി അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു മദ്യപാനി കള്ളുഷാപ്പിൽ പോയി മദ്യം കഴിക്കുന്നതും ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുവച്ച് മദ്യപിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. കള്ളുഷാപ്പിൽ പോയി മദ്യപിക്കുമ്പോൾ ഒരു മഹാ അപരാധം, ഒരു ഘോര കൃത്യം, ഒരു ഘോര പാപമാണ് മദ്യപാനി ചെയ്യുന്നത്. എന്നാൽ മദ്യം, ഒരു വിദേശ മദ്യത്തിന്റെ കുപ്പി വീട്ടിൽ കൊണ്ടുവച്ച് ഓരോ കവിള് കുടിച്ചിട്ട് മിണ്ടാതെ കടക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് മദ്യപാനം എന്ന ഘോരകൃത്യം മാത്രമല്ല, ആ പാപം വീട്ടിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ആ വീടും ആ മണ്ണും ആ കാലാവസ്ഥയും അയാൾ അശുദ്ധമാക്കി കഴിഞ്ഞു. ആ പാപപ്രവൃത്തി വഴി ആ മണ്ണും കാലാവസ്ഥയും അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു വേശ്യാലയത്തിൽ പോയി വ്യഭിചാരം ചെയ്യുന്നതും ഒരു വേശ്യയെ വീട്ടിൽ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. വേശ്യാലയത്തിൽ പോയി വ്യഭിചാരം ചെയ്യുമ്പോൾ വേശ്യാവൃത്തി അല്ലെങ്കിൽ വ്യഭിചാര പ്രവൃത്തി എന്നൊരു പാപമാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ വേശ്യയെ വീട്ടിൽ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്യുമ്പോൾ വ്യഭിചാരം എന്ന പാപത്തോടു കൂടെ തന്നെ ഏത് സ്ഥലത്ത് ആ വീട്ടിൽ വെച്ച് വ്യഭിചാരം നടന്നതുകൊണ്ട് ആ വീടും ആ മണ്ണും ആ കാലാവസ്ഥയും ആ ഉറവകളും ആ അന്തരീക്ഷം മുഴുവനും അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. വേറൊരു വാക്കി പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് മദ്യപിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് വ്യഭിചാരം ചെയ്യുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പുകവലിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പരദൂഷണം പറയുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഓരോ തിന്മകളും ആസൂത്രണം ചെയ്യുമ്പോൾ, എഴുതപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ലംഘിക്കുമ്പോൾ ആ പാപപ്രവൃത്തി വഴി നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദീർഘകാലം വസിക്കാൻ ദൈവം തന്ന ആ മണ്ണും ആ വീടും ആ കാലാവസ്ഥയും ആ കോമ്പൗണ്ടും ആ ദേശം നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്നു. ആ ദേശം അശുദ്ധമാക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് ലേവ്യരുടെ പുസ്തകം 18, 24, 25 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇവയിലൊന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റി കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറംതള്ളുകയും ചെയ്യും. ഈ പാപത്തിന്റെ പരിണത ഫലമായി ദേശത്തിന്റെ മേൽ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ വലിയ വരൾച്ചകളും മഹാമാരികളും പ്രതിക്ഷോഭങ്ങളും വലിയ തിന്മകളും ആ ദേശത്തിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ആ ദേശം ഒരു സുഹൃതം ചെയ്യും. ആര് വഴിയാണോ ഈ ദേശവും ഈ മണ്ണും ഈ കാലാവസ്ഥ അശുദ്ധമായത്, ആ വ്യക്തികളെ ആ ദേശത്തുനിന്ന് കൂട്ടത്തോടെ അവിടുന്ന് ആ ദേശം പുറന്തള്ളും എന്ന് തിരുലിഖിതം പഠിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എനിക്ക് നിങ്ങൾക്ക് വസിക്കാൻ പറ്റാതെ വരും. എന്തെങ്കിലും രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യത, അത് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ നാട് വിട്ടോടി പോകേണ്ട ഒരു സാഹചര്യം ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക്, ആ ദേശത്തുണ്ടാകുമെന്ന് തിരുലിഖിതത്തിലൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി കാനാൻ നാട് സ്വന്തമായി കൊടുത്തപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. അതാണ് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം അതിൽ 28-ാമത്തെ തിരുലിഖിതത്തിൽ നാം വായിക്കുന്നത്. ദൈവം അവരോട് പറയാണ്, നിങ്ങൾ പണിയാത്ത റോഡുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ പണിയാത്ത വീടുകളും നിങ്ങൾക്ക് ഞാനത് തരികയാണ്.
ഇവിടെ നിങ്ങൾ സുഭിക്ഷമായ അപ്പം ഭക്ഷിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം സൂക്ഷിക്കണം. അതാണ് ലേവ്യർ 18:28. ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിക്കുവീൻ. ദൈവത്തിന്റെ മക്കളോട് നല്ല ഭാവി ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവം എപ്പോഴും കൂടെ നിർദ്ദേശം എങ്ങനെയാണ്? നിങ്ങൾ പാപം ചെയ്ത് ദേശത്തെ അശുദ്ധമാക്കരുത്. നിങ്ങൾ പാപം ചെയ്ത് ഭൂമിയെ അശുദ്ധമാക്കരുത്. ഇത് ദൈവം തന്നെ മക്കൾക്ക് കൊടുക്കുന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കിതിനെക്കുറിച്ചുള്ള രംഗങ്ങൾ കാണാൻ സാധിക്കും. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, പ്രപഞ്ചം സൃഷ്ടിച്ചു, ആദത്തെ ഹവ്വയെയും മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ച തകർച്ചയെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ആദത്തോട് പറയാണ്, ആദം ആദം, നീ മൂലം ഈ മണ്ണ് ശപിക്കപ്പെട്ടതായി പോയല്ലോ. നോക്കുക, പാപം ചെയ്തപ്പോൾ ആദത്തിന്റെ സ്വന്തം ശരീരം, ഹവ്വയുടെ ജീവിതവും അവരുടെ കുടുംബവും അവരുടെ ശരീരവും മാത്രമല്ല അത് അശുദ്ധമായി മാറിയത്. പാപം ചെയ്തപ്പോൾ പാപം അരങ്ങേറിയ ഭൂമിയെ അശുദ്ധമാക്കി. ഇത് തന്നെ വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ പെരുകിയപ്പോൾ അധർമ്മവും പെരുകി. അതിന്റെ പരിണത ഫലമായി എന്താണ് സംഭവിച്ചതെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അങ്ങനെ അധർമ്മം പെരുകിയപ്പോൾ, പാപം പെരുകിയപ്പോൾ സംഭവിച്ച ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്താണ്? അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു, എങ്ങും അക്രമം നടമാടി, ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. മനുഷ്യൻ ദുഷിച്ചു പോയെന്ന് മാത്രമല്ല, പാപം അരങ്ങേറിയപ്പോൾ ഈ മണ്ണ് ദുഷിച്ചു പോയി എന്ന് ദൈവം കണ്ടു. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിക്ക് പുറത്ത് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് ദഹിച്ച് 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 തീർന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം ഇല്ല, സന്തോഷമില്ല, ഉയർച്ചയില്ല, വളർച്ചയില്ല, കുടുംബത്തിന് മേൽഗതിയില്ല. എന്തു ചെയ്താലും ഒരു ഗുണം പിടിക്കുന്നില്ല, സൽസ്വഭാവം കിട്ടുന്നില്ല, നേർബുദ്ധി കിട്ടുന്നില്ല, രോഗം മാറുന്നില്ല, കഷ്ടത മാറുന്നില്ല, കണ്ണുനീര് മാറുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. ഇഞ്ചോടിഞ്ച് നീറി നീറി ദഹിച്ച് ദഹിച്ച് പാപം ചെയ്ത് അശുദ്ധമാക്കി ഭൂമിക്ക് പുറത്ത് ഇന്ന് മനുഷ്യന് സമാധാനമുണ്ടോ? ഇന്ന് മനുഷ്യന് വിശുദ്ധമായ ജീവിതമുണ്ടോ? ഇന്ന് മനുഷ്യന് ദൈവഭക്തിയുണ്ടോ? ഇന്ന് മനുഷ്യന് ദൈവസ്നേഹമുണ്ടോ? ഇന്ന് മനുഷ്യന് ധാർമ്മിക കാര്യങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടോ? അക്രമത്തിനും അധർമ്മത്തിനും വേണ്ടിയുള്ള വാസനയല്ലേ തുടിച്ച് തുടിച്ച് നിൽക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഈ ചെയ്യുന്ന ഓരോ പാപവും ഈ ഭൂമിക്ക് മേൽ ഭാരമായി മാറുന്നുവെന്നും വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് യെശയ്യായുടെ പുസ്തകം 24-ാം അധ്യായം അതിൽ 20-ാം തിരുലിഖിതം. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ അത് ഇളകിയാടുന്നു. എന്തെന്നാൽ അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ഭൂമി പ്രകമ്പനം കൊള്ളുകയും ചെയ്യുന്നുവെന്ന് യെശയ്യാ 24-ൽ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? അടിസ്ഥാനങ്ങൾ ഇളകി. അടിസ്ഥാനങ്ങൾ ഇളകി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമി കുലുക്കമുണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം
ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇത് സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവമക്കളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകും. അങ്ങനെ ഭൂമി കുടില് പോലെ ആടിയുലയും. അങ്ങനെ ആടിയുലയുമ്പോൾ അതിൻ്റെ കാരണം ബൈബിൾ പഠിപ്പിക്കുകയാണ്. അത് താങ്ങുന്ന അകൃത്യഭാരം അത്ര ഗുരുതരമാണ്. ഓരോ അബോർഷനും, ഓരോ കൊലപാതകങ്ങളും, ഓരോ അകൃത്യങ്ങളും, ഓരോ അനീതിയും, ഓരോ തരത്തിലുള്ള തിന്മകളും വഞ്ചനയും ഈ ഭൂമിക്ക് മുകളിൽ നടക്കുമ്പോൾ ഈ ഭൂമിയുടെ മേൽ അശുദ്ധിയും പാപവും ഭാരവും കൂട്ടിവെക്കുകയാണ് ഞാനും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിനെയും ഈ ഭൂമിയെയും ഞാനും നിങ്ങളും അശുദ്ധമാക്കുന്നു. ഞാനും നിങ്ങളും ഇതിനെ ശാപഗ്രസ്തമാക്കുന്നു. ഞാനും നിങ്ങളും ഓരോ പാപം ചെയ്യുമ്പോഴും ഈ ഭൂമിക്ക് മേൽ ഭാരത്തിന് മേൽ ഭാരം കൂട്ടിവെച്ച് അകൃത്യഭാരം ചുമക്കുന്ന ഒരു ഭൂതലമായി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ഈ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. ഈ ഭൂമി ദൈവത്തിന്റെ മക്കൾക്ക് വസിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വിശുദ്ധ ദേശമാണ്. ഇതിനെ അശുദ്ധമാക്കുന്നത് ദൈവനിന്ദയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എഴുതി തന്ന ഈ ഭൂമുഖം, ഈ ഭൂമിക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിനെ അശുദ്ധമാക്കാതെ ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്വന്തം ശരീരത്തെയും ഈ ഭൂമിയെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങളാണല്ലോ. ഇതിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ, ഈ പ്രപഞ്ചത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ, ഈ പ്രപഞ്ചത്തിന് ഒരു പോറൽ പോലെ ഏൽക്കാതെ ഇത് നന്നായിട്ട് നിലനിൽക്കണമെങ്കിൽ ഇത് വിശുദ്ധമായിരിക്കണമെന്ന് തിരിച്ചറിവ് അങ്ങയുടെ ദാസന്മാർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അതിന് തടസ്സമായി പാപത്തിനും അക്രമത്തിനും അനീതിക്കും ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തിന്മകളെയും അതിൻ്റെ അരൂപികളെയും അന്ധകാര പീഡകളെയും ഈ ഭൂമിയുടെയും മനുഷ്യകുലത്തിൻ്റെയും നാശം ആഗ്രഹിക്കുന്ന സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശയ്യായുടെ പുസ്തകം 24-ാം അധ്യായം 5-ാം വാക്യം, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഈ വചനങ്ങൾ അരുളി ചെയ്ത ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യാപരിക്കാൻ പോവുകയാണ്. ലേവ്യരുടെ പുസ്തകം 26:12, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഇതാ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമായ കർത്താവ് ഓരോരുത്തരും സമ്മേളിച്ചിരിക്കുന്ന ആ കൂട്ടായ്മയുടെ നടുവിലൂടെ നെടുകയും കുറുകയും നടന്ന് തൊട്ട് അനുഗ്രഹിക്കുന്ന സമയമാണിത്. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും ഹൃദയം നിറഞ്ഞ് യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, തലമുറകളായി പാപത്തിനും തിന്മയ്ക്കും അക്രമത്തിനും കവർച്ചയ്ക്കും ഇരയായ ഈ ദൈവമക്കളിൽ നിന്ന് അധപതനത്തിന്റെയും പാപത്തിന്റെയും തിന്മയുടെയും കോട്ടകളെ അവിടുന്ന് ഇപ്പോൾ തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അന്ധകാര കോട്ടകളും തകരട്ടെ കർത്താവേ. സംശയം, ഭയം, വെറുപ്പ്, ദൈവമേ, ഓരോ കാലങ്ങളായി ഇവർ അടിമപ്പെടുത്തിയിരിക്കുന്ന ലൈംഗിക അരാജകത്വങ്ങൾ, മദ്യപാനം, ഓരോ തരത്തിലുള്ള ചീട്ട കൂട്ടുകെട്ടുകൾ, പാപത്തിലേക്ക് നയിക്കുന്ന അവിശുദ്ധ ബന്ധങ്ങൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തിന്മയിലും ഭാരത്തിലിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് യേശുവിന്റെ അത്ഭുത സമാധാനം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, എത്രമാത്രം അധ്വാനിച്ചിട്ടും ഒരു മേൽഗതിയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു.
എനിക്ക് 2009 ഓഗസ്റ്റ് മാസത്തിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായി. ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി. അവസാനം അവർക്ക് രോഗം എന്താണെന്ന് അറിഞ്ഞില്ല. അവസാനം ഞാൻ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് ഹാർട്ടിൻ്റെ ഡോക്ടർ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴെനിക്ക് രക്തക്കുഴലിന് ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പം ആൻജിയോഗ്രാഫി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 മാസത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ 3 മാസത്തെ മരുന്ന് കഴിച്ച് അവിടെ ചെക്കപ്പിന് ചെന്നു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്തായാലും ആൻജിയോഗ്രാഫി ചെയ്യണം, അല്ലാതെ പറ്റൂല. പിന്നെ മരുന്ന് എന്നും കഴിച്ചുകൊണ്ടിരിക്കണം, ഈ മരുന്ന് മുടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 2010 ഏപ്രിൽ മാസം ഇവിടെ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിന് വന്നു. അന്ന് ധ്യാനം കൂടി പോയി. അതിൻ്റെ അടുത്ത മാസവും ഞാൻ ഇവിടെ വന്നു, ധ്യാനം കൂടി. സ്തുതിപ്പിൻ്റെ സമയത്ത് വട്ടായിലച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരു ബ്ലോക്ക് ഒരാളുടെ എടുത്തു മാറ്റുന്നുണ്ട് ഈശോ എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ ഇവിടുന്ന് ധ്യാനം കൂടി വീട്ടിൽ പോയി. ആ ആഴ്ചയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, ഒരസുഖവുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ ഒരു ജോലിയും ചെയ്യാൻ വയ്യായിരുന്നു. ഹല്ലേലൂയ. ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് ഈ വ്യക്തിക്ക് ഹാർട്ട് സംബന്ധമായ യാതൊരു രോഗവും ഇല്ലെന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് അവർ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.